അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈയൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തണോ വേണ്ടേ എന്ന കാര്യത്തിൽ വലിയ സംശയത്തിലും കൺഫ്യൂഷനിലുമായിരുന്നു ഞാൻ. കാരണം നമ്മുടെ ചാനൽ നമ്മുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാധാരണ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇതിൽ ഉൾപ്പെടുത്തി ഒരു വീഡിയോ വേണോ വേണ്ടേ എന്ന കാര്യത്തിലുള്ള സംശയം 2-3 ദിവസം ഞാൻ വെച്ച് നീട്ടിയെങ്കിലും വലിയ ആശങ്കയോടെ പറയട്ടെ, ഇത് വീഡിയോ ചെയ്യുക എന്നത് എൻ്റെ കർത്തവ്യവും അതുപോലെ അത് എല്ലാവരിലേക്കും എത്തിക്കുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നത് നിങ്ങളുടെ കർത്തവ്യവുമാണ് എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, സത്യവിശ്വാസികളായ ആളുകൾ പരസ്പരം കരുണ ചെയ്യുന്നതിലും ദയ കാണിക്കുന്നതിലും ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗം വന്നാൽ ഉറക്കമൊഴിച്ചും അതുപോലെ തന്നെ പനിച്ചും ആ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ പ്രതികരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് ഉദാഹരണമായി പറഞ്ഞു തന്നത് വലിയൊരു സംഭവം തന്നെയാണ്. നമുക്കറിയാം, നമ്മിൽ ഒരാളുടെ കൈ മുറിഞ്ഞു, അല്ലെങ്കിൽ വായിലെ ഒരു പല്ല് പൊട്ടി, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ശരീരം ഒട്ടുക്കും പനിക്കും. അതുപോലെ തന്നെ ശരീരം ഒട്ടുക്ക് വേദന ഉണ്ടാവും, ഉറക്ക് വരില്ല. കാല് മുറിഞ്ഞതിന് എന്തിനാ കണ്ണ് ഉറങ്ങാതിരിക്കുന്നത് എന്ന ചോദ്യം അവിടെ ഉണ്ടാകാറില്ല. അതേപോലെയാണ് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുസ്ലിമിന് ഒരു പ്രശ്നം നേരിടുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്തെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മോട് പഠിപ്പിച്ചിരിക്കുന്നത്. ഫലസ്തീനിലെ മുസ്ലിങ്ങൾ ദുരന്തം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമല്ല, ഏകദേശം 8 മാസത്തോളമായി. അവർക്ക് സഹായിക്കാൻ ആരുമില്ല. ഓരോ ദിവസവും നാടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എന്ന രീതിയിൽ അവരെ ഓടിച്ചു കൊണ്ടിരിക്കുകയും അവിടെയുള്ള ആശുപത്രികൾ മൊത്തം തകർക്കുകയും ഓരോ രാത്രിയിൽ എന്ന വണ്ണം ബോംബിട്ടുകൊണ്ട് നിരവധിയായ സ്ത്രീകളെയും കുട്ടികളെയും വംശഹത്യക്ക് വിധേയമാക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ആ പാവങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ 100 വർഷങ്ങളായി അവർ ഇതനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരുടെ രാജ്യത്ത് കടന്നു കയറി ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിച്ചതോടെ തുടങ്ങിയതാണ് അവരുടെ ദുര്യോഗം. അല്ലാതെ നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് പോലെ കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ 7-ന് ഇവിടെയുള്ള ഹമാസ് എന്ന് പറയുന്ന കുറച്ച് ആളുകൾ ഇസ്രായേലിൽ കയറി അവിടെ ഒരു വെടിവെപ്പ് നടത്തിയത് കൊണ്ട് ഉണ്ടായതല്ല. അതിനു മുമ്പ് തന്നെ ദിനേന 100-150 പേരെ ഇസ്രായേൽ സൈന്യം വെറുതെ ഒരു രസത്തിന് എന്ന വണ്ണം വെടിവെച്ചും അതുപോലെ തന്നെ തോക്കിൻ്റെ പാത്തി കൊണ്ട് അടിച്ചും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണമില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നും തന്നെയില്ല. ലോകത്തെ ചില രാജ്യങ്ങൾ, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ, അവരെ സഹായിക്കുക എന്ന പേരിൽ ഒരേ സമയത്ത് അവർക്ക് ഭക്ഷണവും മരുന്നും അയച്ചു കൊടുക്കുകയും അതേസമയം തന്നെ ഇസ്രായേലിന്
അവരെ കൊല്ലുന്നതിന് ബോംബുകളും തോക്കുകളും കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തെ മിക്കവാറും രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അതിന് ആകെ ഒരു വിരുദ്ധത ഉണ്ടായത് കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം വ്യാപകമായ തോതിൽ അവർ കൂട്ടക്കൊല ചെയ്തു വരുന്നു. ഈ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ അതുപോലെ തന്നെ അവിടെയുള്ള സാധാരണക്കാർക്ക് കിടന്നുറങ്ങാൻ അവരുടെ വീടൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാം ബോംബിട്ടുകൊണ്ട് നിലം പരിശാക്കിയിരിക്കുന്നു. വല്ല താർപ്പായോ ഫ്ലക്സോ അല്ലെങ്കിൽ ചാക്കോ ഉപയോഗിച്ചുകൊണ്ട് ടെൻറ്റ് കെട്ടി അതിനകത്താണ് ഇവർ ക്യാമ്പ് എന്ന പേരിൽ കഴിഞ്ഞുകൂടുന്നത്. ആ ക്യാമ്പിലേക്കാണ് ഇസ്രായേൽ സൈന്യം ബോംബിട്ടുകൊണ്ട് ഇവരെ കൂട്ടക്കൊല ചെയ്യുന്നത്. അതിന് ഇസ്രായേലിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയും ബ്രിട്ടനുമാണ്. അങ്ങനെയുള്ള അമേരിക്കയെയും ബ്രിട്ടനെയും പ്രതിരോധിക്കുക എന്ന രീതിയിൽ ചെങ്കടലിൽ വെച്ചുകൊണ്ട് ഹൂത്തി വിഭാഗം എന്ന് പറയുന്ന കൂട്ടരെ പാവപ്പെട്ടവരാണ്, യമനിലുള്ളവരാണ്. അവർ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ തടഞ്ഞുകൊണ്ട് ഫലസ്തീനികൾക്ക് ഭക്ഷണം കിട്ടാതെ അവർക്ക് ഭക്ഷണം കൊടുക്കരുത് എന്നുള്ളൊരു നിലപാടെടുത്തു. ലോകരാഷ്ട്രങ്ങൾ പലരും അവരുടെ സഹായഹസ്തം എന്ന രീതിയിൽ ഇസ്രായേലിനോട് ചേർന്നുള്ള ഫലസ്തീൻ അതിർത്തി പങ്കിടുന്ന റഫ എന്ന പ്രദേശത്ത് ആയിരക്കണക്കിന് ട്രക്കുകളിൽ ഭക്ഷണം വന്ന് കിടക്കുന്നുണ്ട്, മരുന്നും വന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഫലസ്തീൻ്റെ അകത്തേക്ക് അത് വിടാത്തത് കൊണ്ട് ഒരുപാട് ദിവസം വെക്കുന്നത് കാരണം ഈ ഭക്ഷണം മൊത്തം കേടുവന്ന് പോവുകയാണ്. കുടിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ട് കടലിലെ വെള്ളം കുടിക്കാൻ പോലും ആ പാവങ്ങൾക്ക് കിട്ടുന്നില്ല. റമദാൻ മാസം കഴിഞ്ഞു. ഇങ്ങനെ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ ഉള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അത്യാവശ്യമെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തത് ഇറാൻ എന്ന രാജ്യമായിരുന്നു. അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റയീസി എന്ന് പറയുന്ന ആളൊക്കെ ആയിരുന്നു ഈ പാവങ്ങളെ സഹായിക്കാൻ ഒരു പരിധി വരെയെങ്കിലും അവരോടൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഇസ്രായേലിനെതിരെ ഇവർക്ക് പ്രതിരോധം തീർക്കാൻ ഒരുങ്ങിയത്. പക്ഷേ അള്ളാഹുവിൻ്റെ കഥാവ് ഇബ്രാഹിം റയീസി കഴിഞ്ഞ ആഴ്ച ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട വിവരവും നമ്മളെല്ലാം അറിഞ്ഞതാണ്. ഈ അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ ലോകത്തൊട്ടുക്കും ഈ മറ്റ് ജാതി മത വ്യത്യാസമില്ലാതെ ഈ വംശഹത്യക്കെതിരെ അല്ലെങ്കിൽ നരഹത്യക്കെതിരെ കൂട്ടക്കൊലക്കെതിരെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തൊട്ടുക്കും ഈ ഇസ്രായേലി ഉൽപ്പന്നങ്ങളോടുള്ള ബ്ലോക്കിങ്ങും അതുപോലെ തന്നെ അത് വാങ്ങരുത് എന്നുള്ളൊരു ബഹിഷ്കരണ ആഹ്വാനവും വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹൂത്തികൾ ഈ കപ്പൽ തടഞ്ഞ സമയത്ത് അവർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ ഇന്ധനവും പെട്രോളൊന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടായ സമയത്ത് ഇസ്രായേലിലേക്ക് ട്രക്കുകൾ വഴി പെട്രോളും ഡീസലും എത്തിച്ചു കൊടുക്കാൻ തയ്യാറായത് ആരാണെന്നറിയോ? നമ്മുടെ ഖാദിമുൽ ഹറമൈനി വ ഷരീഫൈനി എന്ന് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളുന്ന സൗദി എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരികളാണ് ഇത് ചെയ്തത്. അവർക്കൊപ്പം നിന്നത് ദുബായിയാണ്. മുസ്ലിങ്ങളെ സ്വന്തം സഹോദരന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് ജൂതന്മാർക്ക് എല്ലാ ഒത്താശയും എന്തുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം യാഥാർത്ഥ്യമാകുന്നതിലേക്കുള്ള ഒരു നീക്കം എന്ന രൂപത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതായത് ഖിയാമത്ത് നാളിൻ്റെ അടയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്, കഅബ പൊളിച്ചു മാറ്റും. അത് ചെയ്യാൻ ലോകത്തുള്ള മറ്റ് മതക്കാർക്കൊന്നും കഴിയില്ല, അവർ ചെയ്യുകയില്ല. പക്ഷേ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ആ അതികഠോരമായ ആ നീചപ്രവൃത്തി ചെയ്യാൻ വേണ്ടി മാത്രം ഭാഗ്യദോഷം സിദ്ധിക്കുന്നത് അല്ലെങ്കിൽ ആ പരാജിതൻ ഒരുപക്ഷെ ഇന്നത്തെ സൗദി രാജകുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും. ആ രൂപത്തിലേക്കാണ് അള്ളാൻ്റെ റസൂലിൻ്റെ നാടിനെ വരെ
അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ അവിടെ സിനിമ ടാക്കീസുകൾ അനുവദിച്ചു, മദ്യഷോപ്പുകൾ അനുവദിച്ചു വരുന്നു. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ അവർ പറയും, ഇവിടെ ഇങ്ങനെ ഒരു ആൾക്കാരിങ്ങനെ ടൂറിസ്റ്റായിട്ട് വരുന്ന, ഹജ്ജിന് വരുന്ന കഅബം ഇവിടെ വേണ്ട എന്ന് വെക്കുന്ന രീതി അവരിൽ നിന്നാണ് ഉണ്ടാകാനുള്ള ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ഈ മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് തുർക്കി ഉസ്മാനിയ ഭരണകൂടത്തിൻ്റെതാണ്. ചില വ്യവസ്ഥ പ്രകാരം അത് സൗദ് രാജകുടുംബത്തിന് ഏൽപ്പിച്ചു. അപ്പോൾ ഒരു വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ തീർന്നാൽ ഇത് തുർക്കിക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. പക്ഷെ അവരൊരിക്കലും അതിൻ്റെ വർക്ക് തീർക്കൂല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരറ്റത്തു നിന്ന് പണി തീരുമ്പോൾ മറ്റേ അറ്റത്ത് എന്തെങ്കിലും പണിയെടുത്തുകൊണ്ട് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് തുർക്കിക്ക് ഒരിക്കലും ഏൽപ്പിക്കൂല. അപ്പം അങ്ങനെ പിടിച്ചെടുക്കുന്ന മുതലിൽ വെച്ച് നിസ്കാരം വരെ ശരിയാവില്ല എന്നൊക്കെ ഫത്തുൽ മുഈൻ പോലെയുള്ള കിതാബുകളിൽ കാണുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചയൊന്നും ഇതുവരെ ലോക തലത്തിൽ തന്നെ ഉണ്ടാകാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവസാന കാലഘട്ടം വരുമ്പോൾ മറ്റ് മതക്കാർ ഒരു സുപ്രയുടെ ചുറ്റുവട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾ ആ സുപ്രയിലേക്ക് കൈ നീട്ടുന്നത് പോലെ നിങ്ങളുടെ മതവിശ്വാസത്തിലേക്ക് കൈകൾ നീട്ടും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, ഒരുപാട് പേരുണ്ടാവും, എണ്ണം കുറവായ കൊണ്ടല്ല നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്, പക്ഷേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവില്ല. അതാണ് ഇന്ന് ഈ സൗദി രാജകുടുംബവും ദുബായ് ഭരണകൂടവും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ ഒരൊറ്റ നിലപാടെടുത്താൽ അമേരിക്കയോട് ഇസ്രായേലിനെ സഹായിക്കരുത് എന്ന ഒരു വാണിംഗ് കൊടുത്താൽ, അങ്ങനെ ചെയ്താൽ അമേരിക്കയ്ക്ക് ഞങ്ങൾ എണ്ണ തരൂല എന്നും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് ഞങ്ങൾക്ക് നോക്കേണ്ടി വരും എന്നും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അമേരിക്ക ഒന്ന് ചിന്തിക്കും, ഇസ്രായേലിനെ സഹായിക്കണോ വേണ്ടേ എന്ന്. പക്ഷേ ഇവരൊരിക്കലും അത് പറയില്ല. കാരണം എന്താണെന്നറിയോ? ഇവരൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട്, ഈ സൗദിയും ദുബായും ഇസ്രായേലും ചേർന്നിട്ട്. എന്താ കരാറിൻ്റെ വ്യവസ്ഥ എന്നറിയോ? നമ്മളെല്ലാവരും അബ്രഹാമിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിൽ വരുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ബിസിനസ് ചെയ്യാം. നമുക്ക് സൗദിയിലുള്ള എണ്ണ ഒറ്റയടിക്ക് തന്നെ ഇവിടത്തേക്ക് ഇസ്രായേലിലേക്ക് എത്തിക്കണം. അതിനെന്ത് വേണം? വലിയൊരു പൈപ്പ് ലൈന് സ്ഥാപിക്കണം. ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ഈ പൈപ്പ് ലൈന് പോകേണ്ടയില്ല ഫലസ്തീനിൽ കൂടി. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ മരിച്ചാലും കൂട്ടക്കൊല ചെയ്യപ്പെട്ടാലൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് എന്ത് ചെയ്യണോ? ഈ പറഞ്ഞ പോലെ എണ്ണ കൊണ്ടുപോകുന്ന പദ്ധതി, അതായത് ഇസ്രായേലിലെത്തിയാൽ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് ഷോർട്ടായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതിനുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബീൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഇവർ ഒന്നിച്ചിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടാലും നമുക്ക് ഇബ്രാഹിം നബീൻ്റെ കുടുംബത്തിനെ കാക്കണം എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഈ സൗദി രാജകുടുംബവും അതുപോലെ തന്നെ ദുബായ് ഭരണകൂടവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അദാബ് ആ നാടുകളിൽ എപ്പോഴാണ് ഇറങ്ങുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അത് അള്ളാഹു തന്നെ അവർക്കുള്ള തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പിനനുസരിച്ച് കൊടുത്തോളും. നമുക്ക് അക്കാര്യത്തിലൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. പക്ഷേ വൈദൽ മൗഊദത്ത് സുഇലത്ത് ബി അയ്യി ദംബിൻ കുത്തിലത്ത്, ചുട്ട് അല്ലെങ്കിൽ കുഴിച്ചു മൂടപ്പെട്ട കുട്ടി ചോദിക്കപ്പെടും, എന്തിനു വേണ്ടിയാണ് നീ കൊല്ലപ്പെട്ടത് എന്ന്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പേ നമ്മൾ വായിച്ചാണ്, ലോകടക്കി നടുക്കുന്ന രൂപത്തിൽ ഇസ്രായേൽ ഒരു ടെൻറ്റിലേക്ക് ബോംബിട്ടുകൊണ്ട് എന്താ ചെയ്യുക, ഏകദേശം 100-ലധികം സ്ത്രീകളെയും കൊച്ചു കുട്ടികളെയും കൂട്ടക്കൊല ചെയ്തു. ആ ചാരത്ത് ബോംബിടുകയാണ് ചെയ്തത്. ബോംബിട്ടപ്പോൾ ടെൻറ്റ് ഉൾപ്പെടെ ഫുള്ള് കത്തി അങ്ങ് ചാമ്പലായിട്ട് ആ ചാരത്തിൽ സ്വന്തം കുട്ടികളെ തിരയുന്ന ഫലസ്തീനികളെയാണ്
നമുക്ക് മീഡിയകൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനാരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ, ഇതിനാർക്കാണ് എന്തെങ്കിലും ചെയ്യുക എന്ന് ചോദിച്ചാൽ, ചെയ്യാൻ കഴിവുള്ളവർ ഈ രണ്ട് രാജ്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഇബ്ലീസ് ഭരിക്കുന്നല്ലേ ദജ്ജാൽ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നമുക്കെന്ത് പ്രതികരിക്കാൻ പറ്റും? അപ്പോൾ അതിൽ നമ്മളൊന്നും പറയാനോ ഇല്ല. ലോകത്തെല്ലാവരും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിരുന്നു. അങ്ങനെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ആദ്യം ബഹിഷ്കരിക്കേണ്ടത് സൗദീൻ്റെ ഉൽപ്പന്നങ്ങളും സൗദിയിലേക്കുള്ള ഹജ്ജിന് പോക്കും ഉംറയ്ക്ക് പോക്കുമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്ത് ബാക്കി എല്ലാവരും ബഹിഷ്കരിച്ച് കഴിഞ്ഞാലും ഇസ്രായേലിന് സാമ്പത്തികമായിട്ട് തകരണമെങ്കിൽ എന്ത് ചെയ്യണോ? അമേരിക്ക തകരണം. അമേരിക്ക തകരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? ഈ സൗദി രാജ്യവും ദുബായ് രാജ്യവും ഈ രണ്ട് ഭരണകൂടമാണ് അമേരിക്കക്ക് പൈസ കൊടുക്കുന്നത്. ആ പണം എടുത്തിട്ട് അവരെന്ത് ചെയ്യും? ഇസ്രായേലിന് കൊണ്ടു കൊടുക്കും. ബോംബായിട്ടും തോക്കായിട്ടും ക്യാഷായിട്ടും കൊടുക്കും. അതുപയോഗിച്ചിട്ട് ഇസ്രായേലുകൾ ജൂതന്മാർ ആർമാദിച്ചുകൊണ്ട് ഫലസ്തീനിലെ മുസ്ലിം സഹോദരന്മാരെ കൂട്ടക്കൊല ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ സാധാരണക്കാരായ നമുക്കെന്താണ് ബാധ്യത, നമുക്കെന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് അധികാരമില്ല, അമേരിക്കയെ ചെറുക്കാനൊന്നും നമുക്ക് കഴിയില്ല, ഫലസ്തീനിലേക്ക് യുദ്ധത്തിന് പോകാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള ഇത്രേ മാത്രമേ ഉള്ളൂ. അദ്വാഉ സിലാഹുൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയുടെ ആയുധമായ പ്രാർത്ഥന. ആ പ്രാർത്ഥന ആ ജനതയ്ക്ക് വേണ്ടി, ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നാം നടത്തണം. ഓരോ നിസ്കാര ശേഷവും പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവേ അവർക്ക് സമാധാനം നൽകണേ, വിജയം നൽകണേ, അവർക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മാറി ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസ്ഥയിലേക്ക് മാറ്റിക്കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാനെങ്കിലും മുസ്ലിങ്ങളായ നാം ഓരോരുത്തരും തയ്യാറാകണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് ഇതേ ഫലസ്തീനികൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. നമുക്ക് മറുപടി പറയാനൊന്നും ഉണ്ടാവില്ല. ഇന്ന് അവർക്കാണ് പ്രയാസമെങ്കിൽ നാളെ ഒരുപക്ഷെ അത് നമുക്കായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥന പരമാവധി അവർക്ക് വേണ്ടി ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുക. ഇതല്ലാതെ നമ്മുടെ മുന്നിൽ യാതൊരു വഴിയുമില്ല. അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഇറാനായിരുന്നു. എന്നാൽ അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ മരണത്തോടു കൂടി അവരും അത്യാവശ്യം രാഷ്ട്രീയമായി ഒരു തകർന്നിരിക്കുന്ന ഘട്ടത്തിലാണ്. ആ അവസ്ഥ ഉപയോഗിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ കൂട്ട നരഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ ഫസ്റ്റിൽ തന്നെ ഇറാന് ഒരു സൗദി വിളിച്ചൊരു യോഗത്തിൽ വെച്ച് പറഞ്ഞിരുന്നു, നമ്മളിങ്ങനെ പ്രമേയം പാസ്സാക്കിയാൽ പോരാ, ഈ ഇസ്രായേലിനെ ബഹിഷ്കരിക്കണം, അവന് എണ്ണ കൊടുക്കരുത്, അതിന് എല്ലാവരും കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സഹോദരന്മാരെ രക്ഷിക്കാൻ പറ്റൂ എന്ന് അന്ന് ഇബ്രാഹിം റയീസി എന്നവർ പറഞ്ഞെങ്കിലും ഈ സൗദിയും ദുബായും മാത്രം അതിന് എതിർത്ത് എന്താ പറയുക, ഞങ്ങൾക്ക് അതിന് ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദം ഉണ്ടാക്കിയ സംഭവം നമുക്കറിയാം. അതായത് നമ്മൾ ഹദീസുകളിലൊക്കെ കേട്ടിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുടുംബത്തെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ദീനി ദൗവത്ത് നടത്താൻ തുടങ്ങിയപ്പോൾ ഈ അബൂ ലഹബ് എണീറ്റ് എന്നിട്ട് ചോദിച്ചു, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം, ഇത് പറയാൻ വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന്. ഇതേ അവസ്ഥയാണ് ഇന്നത്തെ സൗദി ഭരണകൂടം. ഇറാന് ഫലസ്തീൻ്റെ വിഷയത്തിൽ അറബികൾ എല്ലാവരും ഇടപെടണം, നമ്മുടെ രാജ്യം ഒട്ടുക്കും പ്രതിഷേധം ഉണ്ടാകണം, ഇസ്രായേലിനോടുള്ള പ്രതിഷേധം നമ്മൾ അറിയിക്കണം. അത് വെറുതെ വാക്കാൽ അറിയിച്ചാൽ പോരാ, അവർക്ക് എണ്ണ കൊടുക്കുന്നത് നിർത്തണം, അങ്ങോട്ട് കപ്പലയക്കുന്നത് നിർത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയും ചുളിവിൽ ട്രക്കിൽ അവർക്ക് എണ്ണയും അതുപോലെ തന്നെ മറ്റ് സാധന സാമഗ്രികളും എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയപ്പെട്ട സൗദി രാജ്യവും UAE ഭരണകൂടവും
ചെയ്തു കൂട്ടിയത് എന്ന് ദുഃഖത്തോടെ, അതിലേറെ നിരാശയോടെയും സങ്കടത്തോടെയും നാം ഓർക്കണം. ഇന്ന് മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ശത്രു മുസ്ലിമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ പലസ്തീനിലെ മുസ്ലിങ്ങൾ അങ്ങ് കൂട്ടക്കൊല ചെയ്യപ്പെട്ടാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ പുറമെ ഇനി എന്ത് ചെയ്യും? ഇസ്രായേലും കൂടി, അല്ല, ഈ പലസ്തീൻ എന്ന രാജ്യം കൂടി നമുക്കും ഇസ്രായേലിനും കൂടി വീതം വെക്കാം. ജൂതന്മാർക്ക് നമ്മളെല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്താൽ അവർ പല കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും, നമ്മുടെ നാട് വികസിപ്പിക്കും എന്നാണ് ഇവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കറങ്ങിയാണ് ഒടുവിൽ കഅബ പൊളിക്കുന്ന രീതിയിലേക്ക് എത്തുക. ദജ്ജാലിന് സംരക്ഷണം കൊടുക്കാനും ഇവർ തന്നെയായിരിക്കും, ഈ സൗദി രാജ്യവും UAE ഭരണകൂടവും തന്നെയായിരിക്കും ഒരുങ്ങുക എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. ഉള്ള ക്രിസ്ത്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളും എല്ലാം തന്നെ അമേരിക്കയിലെ തന്നെ വിവരവും വിദ്യാഭ്യാസവുമുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പഠിക്കുന്നവർ ഇസ്രായേലിനെതിരെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ഈ നമ്മുടെ ഈ ഹറമുകൾ അന്യായമായി കൈവശപ്പെടുത്തി സൂക്ഷിച്ചിരുന്നുകൊണ്ട് നാട്ടുകാരെ കൊള്ളയടിക്കുന്ന ഈ സൗദി ഭരണകൂടമാണ്. അവർക്കെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുക. അപ്പോൾ ദജ്ജാലിൻ്റെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു മുസ്ലിങ്ങളെ, റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് നാം തയ്യാറാകേണ്ടത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, ദുരന്തങ്ങൾ പെയ്തിറങ്ങുകയാണ്. ബോംബിൻ്റെ രൂപത്തിലും മിസൈലിൻ്റെ രൂപത്തിലും ഡ്രോണിൻ്റെ രൂപത്തിലുമായി പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ആ ജനതയ്ക്ക് സമാധാനം നൽകട്ടെ. നമ്മുടെ സഹോദരന്മാരാണ് അവർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. സ്വന്തമായി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുക. അത്രയും കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ ജനതയ്ക്ക്, ഫലസ്തീനിലും ഗസയിലുമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. പെരുന്നാളിൻ്റെ ദിവസങ്ങൾ വരാൻ പോവുകയാണ്. ലോകമൊട്ടുക്കും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർക്ക് ദുരന്തങ്ങൾ മാത്രമായി പോകും. ഭക്ഷണമില്ലാതായി പോകും. കൂട്ടമരണം സംഭവിക്കും. അവിടെ മരിക്കുന്ന ഓരോ പിഞ്ചു കുട്ടിയും നമ്മുടെ കുട്ടികളാണ്. ആ ബോധ്യം നമുക്കുണ്ടാകണം. അവരുടെ മരണത്തിൽ നമ്മുടെ കണ്ണുകൾ നിറയണം. അങ്ങനെ നിറയാത്തവൻ ഈ സൗദി ഭരണകൂടത്തിലെ രാജാക്കന്മാരെ പോലെയും ദുബായ് ഭരണകൂടത്തിലെ രാജാക്കന്മാരെ പോലെയും സാക്ഷാൽ പിശാചിൻ്റെ സന്തതികളായി മാറിപ്പോകും. നമ്മുടെ മനസ്സിൽ അള്ളാഹു കാരുണ്യവും റൗഫത്തും നിറക്കണം. അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.